നാളെ ഇപ്പം കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ പോവാണ്. കേരളത്തിന് വേണ്ട പരിഗണന കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ പ്രയാസമാണ്. പ്രതീക്ഷിക്കാൻ നമുക്കിഷ്ടമാണ്. ആ ബജറ്റ് കേരളത്തെ മറക്കാതിരുന്നെങ്കിലും നമുക്ക് ഓർക്കാം, പ്രതീക്ഷിക്കാം. പക്ഷേ അനുഭവങ്ങളെ എടുത്താണ് നമുക്ക് ചിന്തിക്കുമ്പോൾ കേന്ദ്ര ബജറ്റ് മിക്കവാറും കേരളത്തെ പതിവ് പോലെ മറക്കാനാണ് സാധ്യത. നമുക്ക് വേണ്ടി കാലങ്ങളായി വാഗ്ദാനം ചെയ്യപ്പെട്ടതൊന്നും നാളെ കിട്ടുമോ എന്ന് എനിക്ക് ഉറപ്പില്ല, ആർക്കും ഉറപ്പില്ല. എയിംസ്, റെയിൽവേ സോണുകൾ, റെയിൽവേയുടെ പുരോഗതിക്കുള്ള അനവധി ഘടകങ്ങൾ, കേന്ദ്ര വ്യവസായങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതെല്ലാം പലപ്പോഴായി കേന്ദ്രം നമ്മളോട് വാക്ക് പറഞ്ഞവയാണ്. ആ വാക്കെല്ലാം പറയുന്നത് മറക്കാൻ വേണ്ടിയാണ്, ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതായിരിക്കും മിക്കവാറും ഇപ്പോഴും ഉണ്ടാകാൻ ചാൻസുള്ള സാധ്യതയുള്ളത്. എൻ്റെ ചോദ്യം, ഏറ്റവും പ്രാകൃതമായ തരത്തിൽ ഇന്ത്യൻ കാർഷിക മേഖലയെ മുഴുവനും താറുമാറാക്കിയ ആ കരിനിയമങ്ങൾ 3 പിൻവലിച്ചപ്പോൾ കേന്ദ്രം പറഞ്ഞ വാഗ്ദാനമായിരുന്നു താങ്ങുവില. നാടിനെ തീറ്റിപ്പറ്റാൻ വേണ്ടി അധ്വാനിക്കുന്ന, പാടുപെടുന്ന ഇന്ത്യയിലെ കർഷകർക്ക് വേണ്ടി ഉറപ്പ് കൊടുത്ത ആ താങ്ങുവിലയെപ്പറ്റി നാളത്തെ ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ എന്തു പറയുമെന്നറിയാൻ വേണ്ടി ആകാംക്ഷയോട് ഞാൻ കാത്തിരിക്കുന്നുണ്ട്. അന്ന് പാർലമെൻറ്റ് ഞാനും അംഗമായിരുന്നു. ആ ദിവസങ്ങളെനിക്ക് നല്ല ഓർമ്മ എനിക്കുണ്ട്. വളരെ വർഷങ്ങൾ എന്ന് പറയാം നീണ്ടുനിന്ന സമരത്തിന് ശേഷം ഇന്ത്യയിലെ കർഷകൻ്റെ സമര ഐക്യത്തിന് മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് ആ നിയമങ്ങളെല്ലാം പിൻവലിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത്, മോദി ഗവൺമെൻറ് പറഞ്ഞത്, കർഷകർ അവരെ ഗവൺമെൻറ് മറക്കില്ല എന്നാണ്. അവർ വിളിച്ച പേര് അന്നദാതാക്കളെന്നാണ്. ആ അന്നദാതാക്കളെ മറക്കാതിരിക്കുമോ എന്ന് നമുക്ക് നാളെ അറിയാം. CPM-ൻ്റെ CPI-യുടെയും ഗൃഹസന്ദർശനമൊക്കെ കഴിഞ്ഞ് നാളെ ഇപ്പോൾ വികസന NRAGയെ മറക്കാൻ പാടില്ല. NRAGയെ കൊന്നിട്ടിരിക്കുകയാണ്. നാളെ ഇപ്പോൾ വികസന മുന്നേറ്റ യാത്ര തുടങ്ങുകയാണ്. അപ്പം ഈ ഗൃഹസന്ദർശനത്തിലായി ജനങ്ങളുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? നിങ്ങൾ പറഞ്ഞല്ലോ, പ്രതികരണം പൊതുവിൽ ആവേശകരമായിരുന്നു. ജനങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷ LDF-ലാണ്. LDF ആണ് ശരിയെന്ന് വിശ്വസിക്കുന്നുണ്ടവർ. അതവർ പറയുകയും ചെയ്തു. ഞങ്ങളെല്ലാം നിരവധി ജില്ലകളിലായിട്ട് ഒട്ടേറെ വീടുകളിൽ പോയി അവരെ കണ്ടവരാണ്, സംസാരിച്ചവരാണ്. ഞങ്ങൾ ഭംഗിവാക്ക് കേൾക്കാൻ പോയവരല്ല. അവർക്ക് എന്താണോ പറയാനുള്ളത് അത് പറയാനും കേൾക്കാനും വേണ്ടി ഞങ്ങൾ പോയതാണ്. തുറന്ന മനസ്സോടെ ജനങ്ങൾ പറഞ്ഞു, LDF-നെ രക്ഷിക്കാൻ പറ്റൂ കേരളത്തെ. LDF ആണ് ഭാവി പ്രതീക്ഷ. ആ LDF-ൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നുള്ളതിനേക്കാളും കൂടുതൽ മികവുറ്റതാകണം. എല്ലാത്തരം ദൗർബല്യങ്ങളും മാറ്റിവെക്കുന്ന, എല്ലാ പൂർണ്ണതയും നേടിയ ജനപക്ഷ ഭരണത്തിൻ്റെ ഈ 10 കൊല്ലങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇനിയും ഈ ഗവൺമെൻറ് തന്നെ വരണമെന്ന് അവരാഗ്രഹിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ ചില നിർദ്ദേശങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, വിമർശനങ്ങളുമുണ്ട്. അതൊന്നും വൈരാഗ്യം പറ്റുകയല്ല. അവയൊന്നും LDF മുടിഞ്ഞു പോകട്ടെ എന്നല്ല പറഞ്ഞത്. LDF തിരിച്ചു വരണമെന്നാണ് പറഞ്ഞത്. തിരിച്ചു വരാൻ വേണ്ടി LDF എന്തൊക്കെ ചെയ്യണമെന്ന് ജനങ്ങൾ ന്യായമായി പ്രതീക്ഷിക്കുന്നുണ്ടോ അതെല്ലാം ഞങ്ങൾ ചെയ്യും. ആ പാഠം പഠിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് പോയത്. ഞങ്ങൾ ആ പാഠം പഠിക്കും, തിരുത്തേണ്ടവയെ തിരുത്തും. ഞങ്ങൾ കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി, ജനങ്ങൾക്കാകെ പുത്തൻ ജീവിതം കൊടുക്കുവാൻ വേണ്ടിയുള്ള യാത്രയിൽ ഈ പൂർത്തിയാക്കിയ 10 കൊല്ലം കഴിഞ്ഞ് അടുത്ത 5 കൊല്ലവും അടങ്ങുന്ന 3ാം മുഴ ഉറപ്പാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ആ മുന്നേറ്റ യാത്രയിൽ ഈ ജാഥകൾ വലിയൊരു ഉത്തേജനം പകരും, വലിയ പങ്ക് വഹിക്കും. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ CPI-യുടെ ഒരു മുഖ്യമന്ത്രി ഭാവിയിൽ LDF-ൽ നിന്നും ഉണ്ടാകുന്നു. ഈ LDF-ൽ CPI ആണ് ശരിയെന്ന ഒരു തരത്തിലേക്കാണോ പോകുന്നതെന്ന് വിലയിരുത്താൻ? ചോദ്യം എന്തായിരുന്നു? ഒരു ചർച്ചയിൽ പങ്കെടുത്ത് ചോദ്യം എന്തായിരുന്നു? നിങ്ങളുടെ ചോദ്യമല്ല അന്ന് ചോദ്യം കേരളത്തിൽ എന്തെങ്കിലും ഒരു CPI മുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. CPI സെക്രട്ടറി പറഞ്ഞു കേരളത്തിൻ്റെ ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു CPI മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത്.
എപ്പോഴും പറയുന്നു. എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് എപ്പോഴെങ്കിലും ഉണ്ടാകും.